ഇപ്പൊ ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും ഈ വിമൻ എന്ന ആ ഗ്രൂപ്പ് അനുഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ കൂടുതലും പറഞ്ഞത്. അപ്പൊ ഈ മെൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനും ഇതേപോലെ പല പല ദുരനുഭവങ്ങൾ എന്തായാലും ഉണ്ടാവുന്നു. നല്ലൊരു ചോദ്യമാണ്. കാരണം അത് ഇപ്പൊ ഫെമിനിസ്റ്റ് എടുത്തപ്പോ ഈ മിക്ക ആൾക്കാർ പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രമേ ബാധിക്കുള്ളൂ. ആണുങ്ങൾ ഇപ്പൊ മേരി വോൾസ്റ്റൻക്രാഫ്റ്റ് ഒരു ഫെമിനിസ്റ്റ് ഫിലോസഫർ, അവര് ആണുങ്ങളും പെണ്ണുങ്ങളും രണ്ടുപേരും റൈറ്റിനോട് ബാധിക്കുന്നു. ഫെമിനിസം പറയുമ്പോൾ അവർ പെണ്ണുങ്ങളെ കുറിച്ച് മാത്രമേ ബാധിക്കുള്ളൂ. ഇല്ല ആണുങ്ങളും കുറെ സഫർ ചെയ്യുന്നുണ്ടാവും. പിന്നെ അവര് എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് റോൾസ് കിട്ടുന്നത്. ഇപ്പൊ ഈ റീസെന്റ് വന്ന സിനിമകളിലും ആണുങ്ങൾ കാര്യം പറയുമ്പോൾ അവര് ചിലപ്പോ ആൾക്കാരെ മണി അടിക്കാത്തവരുണ്ടാവും, ആൾക്കാരെ സോപ്പ് അടിക്കാത്തവരുണ്ടാവും, അവർക്ക് ചിലപ്പോൾ ചാൻസ് ഉണ്ടാവില്ല, റോൾസ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ എന്താ പറയാ, ചില ഗ്രൂപ്പിന് മാത്രം ബെനിഫിറ്റ് ആവുന്നു, ചിലവർക്ക് ബെനിഫിറ്റ് അങ്ങനെ സിറ്റുവേഷൻസും. ഇപ്പൊ ചില ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് അവർക്ക് മാത്രം ബെനിഫിറ്റ്, അല്ലാതെ എതിർക്കുന്ന ആൾക്കാർക്ക് ബെനിഫിറ്റ് അല്ല. അങ്ങനത്തെ കൊടുക്കുന്നവർക്കാണ് ഏറ്റവും പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ പറ്റുന്നത്. അത് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ആണുങ്ങൾക്കും അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ ഞാൻ പറയാം, ഈ പെണ്ണുങ്ങൾക്ക് ഞാൻ പറയുന്നത് ശരിയാണോ അറിയില്ല, പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ വഴങ്ങാൻ തയ്യാറാണെങ്കിൽ അവർക്ക് കയറാൻ എളുപ്പമാണ്. പക്ഷെ ആണുങ്ങൾക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് തെളിയിക്കാൻ. പക്ഷെ എന്നാലും അതെങ്ങനെ പറഞ്ഞതിനൊരു നെഗറ്റീവ് ഉണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ മിക്ക നടിമാർ അങ്ങനെ ചെയ്ത് തന്നെയാണ് വലിയ ആൾക്കാരാവുന്നത്. വളരെ ചുരുക്കം ആൾക്കാരെ മാറിയിട്ടുള്ളൂ. അല്ല, എന്നാലും നമുക്ക് അങ്ങനെ അത് ഞാൻ നേരത്തെ ചോദിച്ചത്, ഇപ്പൊ കഴിവുകൊണ്ട് വരുന്നവരെയും അത് അടിച്ചേൽപ്പിക്കുന്ന ഒരു അവസ്ഥയാവില്ല ഇങ്ങനെ ഒരു കാര്യം പറയും. ഇപ്പൊ ഇവര് പറഞ്ഞ വേറെ പല കാര്യമുണ്ട്. അതായത് അഭിനയം മാത്രമല്ല, ഇവർ അഭിനയിച്ചോണ്ട് ഒരു സിനിമ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇവര് വേറെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഇങ്ങനെ പണിക്ക് പോകുന്നുണ്ട് പല ആൾക്കാർ. ഇതിനെക്കാട്ടും കൂടുതൽ കാശിലാക്കണം ഈ നടിമാരെന്നെ. അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോ ഇതിലെന്തെങ്കിലും നമുക്ക് തെളിവോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറയുമ്പോ തെളിവില്ല, പക്ഷെ ഇതിനുള്ള മൊഴിയെല്ലാം ഉണ്ട്. ഇതന്നെ അതൊന്നും പുറത്തു വന്നിട്ടില്ല, മാറ്റിയില്ല, മൊഴിയും തെളിവെല്ലാം ഉണ്ട്. ഇങ്ങനെ പല പല നടക്കുന്നുണ്ട് ഇവിടെ. ഞാൻ എടുത്തു ചോദിച്ചത് അതാണ്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ സന്തോഷമായിട്ട് മാത്രല്ല, പലവരും ഇങ്ങനെ ഇപ്പൊ വഴങ്ങി കൊടുത്തിട്ടാണ്, അല്ലാത്ത അങ്ങനത്തെ രീതിയിൽ പറയുമ്പോ ബെസ്റ്റ് പാർവതി തിരുവോത്തിന് എത്ര സ്ട്രഗിൾ ചെയ്തു. അവർ ഈ WCC വേണ്ടി നിന്നപ്പോ 1.5 വർഷം അവർ ചാൻസ് കിട്ടിയില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ അത് WCCക്ക് വേണ്ടി നിന്നോണ്ട് എന്നുള്ള രീതിയിൽ വന്നു. അല്ലാതെ നല്ല കഴിവോടെ വരുന്ന ആൾക്കാരും ഇങ്ങനെ വഴങ്ങി കൊടുത്തിട്ടാന്നുള്ള രീതിയിൽ പുറത്തോട്ട് വരില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നല്ല അഭിനയ കഴിവുള്ള ആൾക്കാർ എന്താണ് നല്ല അഭിനയിച്ച് സ്വന്തം കഴിവോടെ മുന്നോട്ട് വന്ന ആൾക്കാരും ഈ ഒരു അവരും ഇതേപോലെയാണെന്ന് പറയും. അങ്ങനെ എല്ലാവരും ഇങ്ങനെയാണ് പറയാൻ പറ്റില്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് സ്വന്തം കഴിവ് തെളിയിച്ച് വന്നവരുണ്ട്. എല്ലാവരും ഇങ്ങനെയാണ് പറയാൻ പറ്റും. അത് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു, ഇങ്ങനെ പലരും വരുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ടൈപ്പ് കാസ്റ്റ് ഇങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയും ഒരുപാട് ക്രിറ്റിസിസംസോ അങ്ങനെ ഒരുപാട് നടന്മാരുടെ കേസ് എടുത്താലും അതിലും വളരെ ഡീസന്റ് ആൾക്കാരുണ്ട്, നടിമാരിലും ഉണ്ട്. ഈ പേര് വെളിപ്പെടുത്താത്തോണ്ടും എല്ലാം മുഴുവൻ മലയാള സിനിമ അല്ലെങ്കിൽ നമുക്കിങ്ങനെ എല്ലാവരും മോശമാണ് പറയാൻ പറ്റില്ല. പക്ഷെ നല്ല മനസ്സിൽ ഇങ്ങനത്തെ ഇതൊന്നും വഴങ്ങാത്ത ആൾക്കാർ കുറവാണ്. ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ ഇതെല്ലാം ഉള്ളവരാണ്. അപ്പോ ഈ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ച് അല്ലെങ്കിൽ പേര് വെളിപ്പെടുത്താണ്ടും കാര്യങ്ങൾ പുറത്ത് പറയാത്തോണ്ട് കൂടുതൽ ഈ ഇന്നസെന്റ് നടിമാര് പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടുള്ള കാര്യം തുറന്നു പറയണം. അതേ സൊല്യൂഷനുള്ളൂ. അത് അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്, അവരുടെ ലൈഫ് ടെറ്റ് മറ്റല്ല. ഇതിപ്പോ ഈ റിപ്പോർട്ടിൽ ഇപ്പൊ എന്താണ് ജനറലായിട്ട് കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഒരാളുടെ പേരും ഒന്നും പറഞ്ഞിട്ടില്ല. അതൊരു കൂടുതലായിട്ട് ഒരു പ്രശ്നങ്ങൾക്ക് വഴിവെക്കരുത് എന്നുള്ളതുകൊണ്ടായിരുന്നെങ്കിലോ. പ്രശ്നങ്ങൾ ഒരു ശുദ്ധീകരണം നടക്കട്ടെ. എന്താ ഇങ്ങനത്തെ ഈ ജനുവിൻ ആൾക്കാർ വരട്ടെ. ഇതിപ്പോ കഴിവും ഉള്ളവർക്കൊന്നും നല്ല ചാൻസ് കിട്ടുന്നത്. ഇങ്ങനെ വഴങ്ങി കൊടുക്കുന്നവർ ഇവർക്കൊക്കെയാണ് പൊങ്ങിയത്. അവർ കഴിവ് വെച്ചല്ല വരുന്നത്. ഈ അല്ലാത്തൊരു കാര്യം പറയാൻ, ഈ ഓട്ടോമാറ്റിക് ആയിട്ടൊരു പെണ്ണെന്ന നിലയിൽ വരുമ്പോൾ മിക്കവരും ഒരു ഒബ്ജക്റ്റിഫൈ ചെയ്യാറുണ്ട്. അങ്ങനെ അത് എപ്പോഴും വരുന്ന ഒരു കാര്യം. ഇപ്പൊ സിനിമയിലാണെങ്കിലും അല്ലെങ്കിലും ഇപ്പോഴാണ് കുറച്ചും കൂടി ക്യാരക്ടർ റോൾസ് പെണ്ണുങ്ങൾക്ക് കിട്ടുന്നത്. പണ്ട് മുതൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ഒബ്ജക്ട് അല്ലെങ്കിൽ ഒരു ഗ്ലാമർ തിങ് ആയിട്ട് പലപ്പോഴും സിനിമകളിൽ അത് ക്യാരക്ടർ റോള് കിട്ടുന്നത് മിക്കപ്പോഴും കുറവാണ്. അപ്പോ അങ്ങനെ അതും പറയുന്നത് നല്ല നല്ല നിങ്ങളുടെ ചോയ്സാണ്. ഊർവശി മാഡം ഹിന്ദിയിൽ ശ്രീദേവി, മാധുരി ദീക്ഷിത്, അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ സെലക്ട് ചെയ്യണം. മഞ്ജു വാര്യർ, എത്ര പേരുണ്ടാ. പക്ഷെ റോള് കിട്ടുന്ന കുഴപ്പമൊന്നുമില്ല, അതിൽ കിട്ടും. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഈ ഗ്ലാമറസ് റോളിൽ വരുന്നോണ്ട് ഗ്ലാമറസ് റോൾ ചെയ്യുന്ന കൂടുതൽ കാശ് ഇട്ടാൻ വേണ്ടിയാണ്. ഐറ്റം ഡാൻസ് അതാണ് ചെയ്യുന്ന
അങ്ങനത്തെ ഇത് കൂടുതൽ കാശ് ഇടാൻ വേണ്ടി വരുന്നതാണ്. പക്ഷെ അങ്ങനെയുള്ളവരെയും പലപ്പോഴും പല രീതിയിലും ചൂഷണം ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പൊ ഈ സിനിമ ആൾക്കാർ കളിയാക്കും. പക്ഷെ അവർ ബേസിക്കലി നല്ല സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച നല്ല സ്ത്രീയാണ്. അവർ ഒരു നിവൃത്തിയില്ലാതെയാണ് ഇങ്ങനെ ചെയ്തത്. അവർ നല്ലൊരാളെ. അത് മാത്രമല്ല അവർ അവസാനം ഒരു ഡോക്ടർ പറഞ്ഞ ഒരു ഡോക്ടർ കല്യാണം കഴിച്ചാൽ അവരെ ചൂഷണം ചെയ്തു. ഇപ്പോൾ സ്ത്രീവിദ്യയാണ് മാഡം, അവരെ ഒരുപാട് പേര് ആണുങ്ങൾ ചൂഷണം ചെയ്തിട്ടുണ്ട്, നല്ലൊരു സ്ത്രീയെ. അങ്ങനെ ഒരുപാട് കേസുണ്ട്. അപ്പം ഞാൻ ചോദിച്ചത് അതാണ്. ഇപ്പം ഈ ഗ്ലാമറസ് റോള് ചെയ്യുന്ന ഒരു നടിക്ക് ഈ സിനിമയിൽ വരുന്നതല്ലാണ്ട് അല്ലാതെ പുറത്ത് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ ആണെങ്കിലും ഫാൻസ് ആണെങ്കിലും പോലും ഒരു എന്താ പറയുക, ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്, പല ബാഡ് കമൻസും അങ്ങനെ ഇട്ടിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ മൊത്തത്തിൽ നോക്കുമ്പോൾ നടിമാർക്ക് ഈ സിനിമ ലോകത്ത് നിന്ന് മാത്രമല്ലല്ലോ അങ്ങനെ കിട്ടുന്നത്, അല്ലാതെ പുറത്തൊന്നും കിട്ടുന്നുണ്ടല്ലോ. അപ്പം ശരിക്കും എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട്. അതിപ്പോൾ എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്ന കാര്യമാണ്. ഒരു ഭംഗിയുള്ള പെണ്ണിനെ കാണുമ്പോൾ അല്ലെങ്കിൽ അത് കമന്റ് അടിക്കുന്നതല്ലേ ഈ പൂവാലന്മാർ, അല്ലെങ്കിൽ അത് എല്ലായിടത്തും ഉള്ളതാണ്. അല്ല ഇപ്പൊ ഇവിടെ ഇപ്പൊ പല ആക്ട്രസ്മാരും പറയുന്നുണ്ടല്ലോ, പല നടന്മാരും ക്രഷ് ഉണ്ട്, അത് പറയുന്ന കാര്യമാണല്ലോ. അത് ഞാൻ അടുത്ത് ചോദിക്കാൻ വന്നത്. പല നടിമാരും പറയാറുണ്ട് നടന്മാരുടെ ക്രഷ് ഉണ്ട്. സ്ത്രീകളുടെ മാത്രമല്ല, പൃഥ്വിരാജ് എന്തോ ഒരിക്കൽ ഒരു സ്വിമ്മിംഗ് പൂളിൽ എന്തോ കുറച്ച് ബോഡി മുകളിലത്തെ ഭാഗം കാണിക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്തു. അതേപോലെ ഏത് നടിമാരും ബിക്കിനി ഫോട്ടോഷൂട്ടെല്ലാം എന്താ കാണിക്കുന്നത്, ഇതല്ലേ കാണിക്കുന്നത്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള, പലപ്പോഴും ചിലവരിങ്ങനെ പറയാറുണ്ട്, നമുക്ക് ഈ സിനിമത്തെ നടിമാർക്ക് നല്ല നല്ല റോൾസ് ഇപ്പോഴത്തെ വരുന്ന മലയാള സിനിമയ്ക്ക് കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലേസ്മെൻറ്റിന് ആവശ്യത്തിന് അങ്ങനെ റോൾസ് വെക്കുന്നതാണോ, അതോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഇപ്പോൾ വിമൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിരിക്കുന്നത്? ഉള്ളൊഴിക്കോട് മൂവിയിലുള്ള പാർവതി തിരുവോത്ത് ഉർവശി എന്തായിട്ട് അഭിനയിച്ചത് ഡിപെൻഡ്സ് ഓൺ ഫിലിം മേക്കർ. അപ്പോൾ കങ്കണ റണോട്ട് പറഞ്ഞു കാൻ ഫിലിമിൽ അഭിനയിക്കാത്ത കാരണം അവിടെ 2 സീനും സ്ത്രീ ഇപ്പൊ ഭയങ്കര സൂപ്പർ സ്റ്റാർ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇവരുടെ റോള് വളരെ ചെറുതാണ്. അത് ഞാൻ പറഞ്ഞത്, പ്ലേസ് ചെയ്യണം, വിമൻ എന്ന് പറയുന്ന ഒരു പ്ലേസ്മെന്റ് വേണം എന്ന് പറഞ്ഞിട്ട് അത് വേണ്ട, ക്രിയേറ്റീവ് വർക്കാണ്. സിനിമ ഡിമാൻഡ് ചെയ്യാനാണ് ചെയ്യേണ്ടത്, സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതിപ്പോ പല ആൾക്കാർ ഒരു താരത്തിന്റെ പേര് പറഞ്ഞ് നേരത്തെ ഉണ്ടാക്കുക, ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിന് അനുയോജ്യമായ ആൾക്കാർ അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു ഇഷ്യൂസിനെ പറ്റിയിട്ട് പണ്ട് മുതൽ കുറേ നടന്മാർ വാൺ ചെയ്തായിരുന്നു. അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ ഇപ്പോൾ ന്യൂസ് ആ പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ തിലകൻ സാറാണെങ്കിൽ അങ്ങനെ കുറച്ച് പേര് ഓൾറെഡി വാൺ ചെയ്തത്. അതുകൊണ്ടാണ് ഫുൾ സ്ത്രീപരമായ അങ്ങനത്തെ കാര്യമല്ല, വേറെ കുറെ അമ്മയിലെ പല പ്രശ്നങ്ങളും. അപ്പോൾ അന്നൊക്കെ ഒരു കാര്യം പറയാം, ഈ നടന്മാരെടുത്താൽ തന്നെ അതിൽ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ വളരെ 2 or 3 വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാർ തന്നെയാണ്, ആണുങ്ങളാണെങ്കിലും. ഇപ്പോൾ കോട്ടയം ശാന്താണ് പണ്ട് സ്ത്രീ അവരൊരു ആത്മഹത്യ ചെയ്തപ്പോ ഇവിടുത്തെ പണ്ടത്തെ വലിയ നടന്മാരുടെ എല്ലാം പേര് പറഞ്ഞിട്ടുണ്ട്. പേര് ഞാൻ പറയുന്നില്ല. ഇപ്പൊ മലയാളം സിനിമയാണെങ്കിലും ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ WCC വന്നുകൊണ്ട് ഇപ്പൊ ആൾക്കാർക്ക് ഈ കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെന്റ് പറയുന്ന പണ്ട് പച്ചയായിട്ട് പറയും, ഇപ്പൊ അവർക്ക് ചെറിയൊരു പേടിയുണ്ട്. പണ്ട് ഇത് വളരെ മോശമായിരുന്നു.